ആ ഹലോ ഡോക്ടർ. അന്ന് ഞാൻ പിടിച്ചു തന്നവനിൽ നിന്ന് വല്ല തെളിവും കിട്ടിയോ? അവനെ ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ മരിച്ചു വീണു. അവൻ നേരത്തെ വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. ശരി, പിന്നെ കാണാം. ഓക്കെ ഡോക്ടർ. ശരി. ആരാ താൻ? ആരാ? ഞാൻ പപ്പൻ. ബ്ലൂ ഹിൽസ് ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നു. ആഹാ, ഞാൻ വിചാരിച്ചു വേഷം മാറി നടക്കുന്ന വല്ല CID ആയിരിക്കുമെന്ന്. കള്ള. ഞാനും അങ്ങനെയാ വിചാരിച്ചത്. എന്റെ തലയ്ക്ക് ഇവിടുത്തെ പോലീസ് 50,000 രൂപ വിലയിട്ടിരിക്കുകയാണ്. താമസിയാതെ എന്റെ തലയ്ക്കും പോലീസ് ഒരു വിലയിടും. നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കാം. ഈ സപ്ലൈ അല്ലാതെ വേറെ വല്ല തൊഴിലും അറിയാമോ? ഇല്ല. എന്നാ 2-3 നല്ല തൊഴിലുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. പൂട്ടുകുത്തി തുറക്കൽ, കള്ള ഒപ്പിടൽ, വഞ്ചന, ചതി, ബലാത്സംഗം, കൊലപാതകം. എന്റെ കൂടെ ചിങ്കിടിയായിട്ട് കൂടാം. നീ രക്ഷപ്പെടും. വളരെ സന്തോഷം. പോലീസ് പിടിക്കാതെ കഴിയാമല്ലോ. പക്ഷെ ഒരു നിബന്ധന, നീ എന്റെ സംഘത്തിൽ ചേരണം. എന്റെ നിയമപ്രകാരം നീ നടക്കണം. വേലയിറക്കിയാൽ നിന്നെ ഞാൻ തട്ടിക്കളയും. ശരി. അങ്ങ് സാക്ഷാൽ ആരാണ്? മനുഷ്യ ദൈവം. നാരായണ നാരായണ. ഞാൻ ആരാണെന്ന് നിനക്ക് അവിടെ ചെല്ലുമ്പം മനസ്സിലാവും. ഇപ്പൊ കയ്യിൽ എന്തുണ്ട്? പൊതി കളയടേ. ബിന്ദു, എടാ ബിന്ദു മോനെ. എന്താ ഡാഡി ചോക്ലേറ്റ് കൊണ്ടുവന്നില്ല കേട്ടോ. മോൻ ഉറങ്ങിയല്ലേ? ഇല്ല. മമ്മി ഒരു കഥ പറയൂ. ഈ പാതിരാക്കോ? മോൾ ഉറങ്ങ. എനിക്ക് കഥ കേൾക്കണം. ഡാഡിക്ക് കഥ അറിയോ? അയ്യോ, അറിയില്ലടാ മോനെ. ആന്റിക്ക് അറിയാം. ആന്റി പഠിക്കുക, ഉപദ്രവിക്കരുത്. പിന്നെ ആന്റിക്ക് ABCD പറഞ്ഞു കൊടുത്തത് ഞാനാ, അറിയോ? ബിന്ദുവൻ ഇപ്പൊ വരും. വരില്ല. ഉഷയുടെ അടുത്ത. അപ്പൊ ഉഷയുമായി വരും. ഇങ്ങനെ കൊണ്ടുവരും നാണം. പുരുഷന്മാർക്കതില്ലല്ലോ. ആന്റി ഒരു കഥ പറ. ആന്റിക്ക് അറിയാവുന്ന കഥകളൊക്കെ മോൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നാ ഞാൻ പറയട്ടെ. ഒരിടത്തൊരിടത്ത് ഒരു പാവപ്പെട്ട തയ്യക്കാരനുണ്ടായിരുന്നു. ആ തയ്യക്കാരന് ഒരു മോളുണ്ടായിരുന്നു. ആ മോക്കൊരു സൂചി ഉണ്ടായിരുന്നു. ആന്റി ഉറങ്ങുന്നു. ആ സൂചി കിണറ്റ് വീണുപോയി. കഷ്ടം. കഷ്ടം എന്ന് പറഞ്ഞാൽ സൂചി കിട്ടുവോ? ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ സൂചി കിട്ടുവോ? പറഞ്ഞാൽ സൂചി കിട്ടുവോ? കൊഴിഞ്ഞല്ലോ. കൊഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ സൂചി കിട്ടുവോ?
ഡാഡിയുടെ പുന്നാര മോനല്ലേ. വാ, ഡാഡിക്ക് ഉറക്കം വരുന്നു. ഡാഡി കാലെടുത്ത് മോന്റെ മേറ്റെടുത്ത് കേട്ടോ. ഇല്ല മോനെ, പറയും. കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. താനാരാടോ? ഈ സമയത്ത് എവിടെ നിന്നിരുന്നു? ഇങ്ങോട്ട് നീങ്ങിക്കണോ. സെക്കൻഡ് ഷോ സിനിമ കണ്ടു കഴിഞ്ഞ് മടങ്ങി വരിക. ഈ പരിസരത്താണോ വീട്? സ്വല്പം മടക്കാം. ഇങ്ങോട്ട് നോക്കണോ. എന്തോ ഒരു പെട്ടി പോലെ ഒരു സാധനം ആകാശത്തോട്ട് പറന്നു പോകുന്നു കണ്ടു സാർ. താനും കണ്ടോ? ഒരു തവണയല്ല സാർ, പല തവണ കണ്ടിട്ടുണ്ട്. സ്വല്പം മുമ്പ് എന്റെ നേരെ എടുത്ത് ഓടിപ്പോന്ന് ഞാൻ കണ്ടു സാർ. അപ്പൊ അവനെ ആയിരിക്കും. രാജപ്പൻ എന്റെ മുമ്പിൽ ഒന്നുമല്ല സാർ. എന്റെ സ്വന്തം ഭഗീരഥ പ്രയത്നം കൊണ്ട് മോട്ടിച്ചെടുത്താണ് ഈ പെട്ടി. വെരി ഗുഡ്. പക്ഷേ തുറക്കാൻ രാജപ്പൻ വരണ്ടേ? വേണ്ട സാർ, ഈ പെട്ടി തുറക്കാൻ ഞാൻ മതി. ഐ ആം ഓൾവേസ് സയന്റിഫിക്. ഓക്കെ, ട്രൈ ഇറ്റ്. നിനക്ക് എന്നെ പറ്റി ഒരു മതിപ്പില്ലല്ലേ? ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ ഈ പൂട്ട് തുറക്കും. വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനോടോ പ്രേതമേ? എന്നെ തൊടാനുള്ള ധൈര്യം വന്നോ? അത്യാവശ്യം വന്നാ തൊടാതിരിക്കാൻ പറ്റൂ. ഞാനൊരു ഹെയർ പിൻ തപ്പിയെടുത്ത. മിടുക്കൻ. നോക്കടോ, ലൈലയ്ക്ക് തന്നേക്കാൾ മതിപ്പ് എന്നോടാ. എഴുന്നേര് എന്നോട് വേല ഇറക്കിയല്ലേ?